പാർലമെൻറ്റും ലോക്സഭയും രാജ്യസഭയും ഉൾക്കൊള്ളുന്ന പാർലമെൻറ്റും സംസ്ഥാന നിയമസഭകളും ആണ് ഈ ജനാധിപത്യ സങ്കല്പത്തിൻ്റെ പ്രകടമായ പ്രത്യക്ഷമായ രൂപങ്ങൾ, വിസിബിൾ സിംബൽസ് എന്ന് പറയും. അപ്പോൾ അവയുടെ പ്രവർത്തനം കാലക്രമത്തിൽ കുറേ കൂടി മെച്ചപ്പെട്ടോ, അല്ലെങ്കിൽ അതേ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ കുറേ കൂടി മെച്ചപ്പെടുകയാണ് ഉണ്ടായത്, അതേ കുറേ കൂടി അധപ്പതിക്കുകയാണ് ഉണ്ടായതെന്നുള്ളത് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. താങ്കളുടെ അതിനെക്കുറിച്ചുള്ള വിലയിരുത്തൽ? എൻ്റെ അഭിപ്രായത്തിൽ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. ഇതിൽ മാറ്റങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോൾ പാർലമെൻറ്റ് അല്ലെങ്കിൽ നിയമസഭ, ഇത് ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുത്ത് വിടുന്ന, അവർ രാജ്യത്തിന് വേണ്ടി നിയമം നിർമ്മിക്കുന്നു, രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നു, ഇതിനൊക്കെ വേണ്ടിയുള്ള സ്ഥലമാണല്ലോ നമ്മുടെ പാർലമെൻറ്റ് അസംബ്ലികളെന്നൊക്കെ പറയുന്നത്. നിയമനിർമ്മാണം എന്ന് പറയുന്ന പ്രധാന ഒരു ചുമതലയാണ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ സഭയിൽ നിയമനിർമ്മാണത്തിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം നിയമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് വെച്ചിട്ടൊരു പാർലമെൻറ്റിൻ്റെ അതായത് ജനാധിപത്യത്തിനെ സ്ട്രെങ്തൻ ചെയ്യുന്നോ ഇല്ലയോ നമുക്ക് അത് വെച്ച് മാത്രം പറയാൻ പറ്റില്ല. കാരണം അത് അവരുടെ ഒരു ബേസിക് ഫങ്ഷനാണ് നിയമനിർമ്മാണം എന്ന് പറയുന്നത്. പക്ഷേ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സഭകളിൽ ഇപ്പം നിയമനിർമ്മാണം മാത്രമല്ലല്ലോ ഒരു സഭയിൽ നടക്കുന്നത്, രാജ്യത്തിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക എന്നൊക്കെ പറയുന്നത് അതൊരു പ്രധാന കാര്യമാണ്. അപ്പം രാജ്യത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ അവസരം ഉണ്ടാവുക, ഈ അവസരങ്ങൾ ആ രീതിയിൽ അത് കുറഞ്ഞു വരുന്നു എന്നുള്ള ഒരനുഭവമാണ് നമുക്കുള്ളത്. ഈ ഭരണകക്ഷി പലപ്പോഴും പല പ്രശ്നങ്ങളും സഭയിൽ അത് അവതരിപ്പിക്കേണ്ട എന്ന് ചിന്തിക്കുകയും അത് ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യും. അതെ, അതിന് കഴിഞ്ഞ ഈ മണിപ്പൂരിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ വളരെ പ്രകടമായി കണ്ട ഒരു കാര്യമാണ്. മണിപ്പൂർ ഇഷ്യൂ അവസാനം പ്രതിപക്ഷത്തിനൊരു നോ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരേണ്ടി വന്നു അതിനെക്കുറിച്ചൊരു ചർച്ച നടത്താൻ. അപ്പോൾ അത് കാണിക്കുന്നത് എന്താണ്? അതുപോലെ തന്നെ ചർച്ചയില്ലാതെ ബില്ലുകൾ പാസ്സാക്കുക, അത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. അതെൻ്റെ അഭിപ്രായത്തിൽ അത് ആർട്ടിക്കിൾ 107 ആണെന്ന് എനിക്ക് തോന്നുന്നു. അതോ അതെ തോന്നുന്നു. അതിൻ്റെ ഒരു ലംഘനം തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഒരു സ്വന്തമായ അഭിപ്രായമാണ്. കാരണം അതിൽ പറയുന്നത് എ ബിൽ ഷാൽ നോട്ട് ബി ഡീംഡ് ടു ബി പാസ്ഡ് അൺലെസ് ഇറ്റ് ഈസ് എഗ്രീഡ് ടു ബൈ ബോത്ത് ദ ഹൗസസ് എന്നാണ് പറയുന്നത്. അൺലെസ് ഇറ്റ് ഈസ് എഗ്രീഡ് ടു ബൈ ബോത്ത് ദി ഹൗസസ്, രണ്ട് സഭകളും അത് എഗ്രി ചെയ്തില്ലെങ്കിൽ ആ ബില്ല് പാസ്സായതായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അപ്പം ഞാൻ അത് നോക്കുമ്പോൾ ഈ എഗ്രി എന്നുള്ള വാക്ക് എന്തിനുപയോഗിച്ചു? അൺലെസ് ബോത്ത് ദ ഹൗസസ് അഡോപ്റ്റ് ഇറ്റ് എന്ന് മറ്റും പറയാമല്ലോ, അല്ലെങ്കിൽ പാസ് ഇറ്റ് എന്നൊക്കെ പറയാം. വേറെ വാക്കുകളൊക്കെ ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ എഗ്രി എന്ന് പറയുമ്പോൾ അതിന് ഒരു പ്രത്യേക അർത്ഥമുണ്ട്. ഒരു കാര്യത്തിൽ നമ്മൾ എഗ്രി ചെയ്യണമെങ്കിൽ വി മസ്റ്റ് നോ വാട്ട് എക്സാക്ട്ലി ഈസ് ദെയർ ഇൻ ദാറ്റ്. അതിലെന്താണ് അതിൻ്റെ കണ്ടൻറ്റ് എന്ന് മനസ്സിലാവണം, എങ്കിലേ എഗ്രി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സഭ ഒരു ബില്ല് എഗ്രി ചെയ്യുന്നെങ്കിൽ ആ സഭയ്ക്ക് മനസ്സിലാവണം അതെന്താണെന്നുള്ളത്. അപ്പോൾ സഭയ്ക്കത് മനസ്സിലാവേണ്ടത് ഡിസ്കഷനിലൂടെയാണ്. അപ്പോൾ ആ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ അതൊരു മസ്റ്റാണ്, അല്ലെങ്കിൽ പിന്നെ സഭ എഗ്രി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ആർട്ടിക്കിൾ 107 എന്ന് പറയുന്നത് അത് ഹിൻഡ് ചെയ്യുന്നത് ദെയർ ഷാൽ ബി എ ഡിസ്കഷൻ ഇൻ ദ ഹൗസ്, ദെയർ ഷാൽ ബി എ ഡിബേറ്റ്. അങ്ങനെ വരുമ്പോൾ മാത്രമേ എഗ്രി ചെയ്യാൻ പറ്റുള്ളൂ, അതല്ലെങ്കിൽ എഗ്രി ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഞാൻ അതിന് കാണുന്നത്. അപ്പം ഞാനിങ്ങനെ ഇതിന് അന്വേഷിച്ച് പോയതാണ്. ഈ ഒരു പ്രവണതയ്ക്ക് ഒരു അന്ത്യം വരുത്താൻ എന്താണ് മാർഗമെന്ന് അന്വേഷിച്ച് ഈ കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഞാൻ തപ്പിത്തടഞ്ഞ് പോയതാണ്. അപ്പോൾ എനിക്ക് അന്ന് കിട്ടിയ ഒരു ഇൻസൈറ്റാണിത്. ഈ എഗ്രി എന്നുള്ള വാക്ക് എന്തിനാണ് അവർ ഉപയോഗിച്ചത് എന്നുള്ളത്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ വളരെ രസകരമായൊരു ഒബ്സർവേഷനാണ് താങ്കൾ നടത്തിയത്.